ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ചാനലിൽ 2 വീഡിയോസാണ് ഡെയിലി പോസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് മോർണിംഗ് സെഷനും മറ്റൊന്ന് ഈവനിങ് സെഷനും. മോർണിംഗ് സെഷനിൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ അന്നേ ദിവസം സംഭവിക്കാനുള്ള കൂടുതൽ വാർത്തകളും മറ്റ് സംഭവവികാസങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ എന്ന ഈവനിങ് സെക്ഷനുണ്ട്. അതിനകത്ത് ആ ദിവസം മാർക്കറ്റിൽ സംഭവിച്ച കൂടുതൽ കാര്യങ്ങളും അതുമായി നാളെ സംഭവിക്കാനുള്ള കുറേ കാര്യങ്ങളും അങ്ങനെ മാർക്കറ്റ് അനാലിസിസ് ഒക്കെയാണ് അതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും 2 വീഡിയോസും ബാക്ക് ടു ബാക്ക് കാണാൻ ശ്രദ്ധിക്കുക. എനിക്ക് ഒരല്പം ശബ്ദത്തിന് പ്രശ്നമുണ്ട്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ശബ്ദ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകാം. ഇന്ന് 2024 ഏപ്രിൽ 18 വ്യാഴാഴ്ച നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. നോക്കാം എന്തൊക്കെയാണ് മാർക്കറ്റിലുള്ള വിശേഷങ്ങളെന്ന്. മാർക്കറ്റിലെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു മെസ്സേജ് നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് അറിവുണ്ടായാൽ മാത്രം പോരാ. ഒരുപാട് അറിവ് നേടിയതുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ ധാരാളം പണം സമ്പാദിക്കാൻ സാധിക്കില്ല. ഇത് ഒരു മനസ്സിൻ്റെ കളിയാണ്. പണം സമ്പാദിക്കുക എന്നുള്ളത് പണം നമ്മുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള നമ്മുടെ ഒരു കഴിവ് കൂടിയാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ വിജയം എന്നുള്ളത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഓരോ ഇൻഡിക്കേറ്റേഴ്സിന് മാസങ്ങളോളം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിലൊരു പ്രൊഫസറോ അല്ലെങ്കിൽ വലിയൊരു സയൻറ്റിസ്റ്റോ ആയി മാറിയേക്കാം. പക്ഷേ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ലാഭകരമായ ട്രേഡറാണ് എന്ന് അവകാശപ്പെടാൻ സാധിക്കില്ല. എല്ലാം പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലാഭത്തിൽ എത്താൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. കാശ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള, നിങ്ങളുടെ പോക്കറ്റിലേക്ക് പണം എത്തിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ്, ഒരു ട്രേഡറിൻ്റെ മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിനിമം നോളജ് വെച്ചിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ പഠിക്കണ്ട എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്കൊരു കാശ്, മാർക്കറ്റിലുള്ള കാശ് ടാപ്പ് ചെയ്ത് നമ്മുടെ പോക്കറ്റിൽ എത്തിക്കാനുള്ള ഒരു സ്കില്ലാണ് നമ്മൾ പ്രധാനമായിട്ടും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇത് ഡ്രൈവിങ് പോലെ തന്നെയാണ്. ഡ്രൈവിങ് ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഡ്രൈവ് ചെയ്യുന്നതും ഒരു സാധാ ഒരു 10ാം ക്ലാസ് പാസ്സായ ഒരാൾ ഡ്രൈവ് ചെയ്യുന്നതും രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവിങ്ങിൻ്റെ മെത്തേഡ് രണ്ടുപേരും ഫോളോ ചെയ്യുന്നതും ഒരേപോലെ ആയിരിക്കും, ഗിയർ, ക്ലച്ച് കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരു എന്താ പറയുക, ഒരു 10ാം ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ ഒരു നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ, അയാളുടെ എഡ്യൂക്കേഷൻ അവിടെ വിഷയമേ അല്ല. അതുപോലെ ഒരു ഡോക്ടറിനോ എഞ്ചിനീയറിനോ ഡ്രൈവ് ചെയ്യാൻ സാധിക്കണം എന്നില്ല. ഇതൊക്കെ ഒരു സ്കില്ലാണ്. അത് കൂടുതൽ ഒരുപാട് നമുക്ക് അക്കാദമിക് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതേ വിഷയത്തിൽ തന്നെ വളരെ ഡീപ്പ് നോളജ് ഉള്ളത് കൊണ്ട് നമ്മൾ പ്രോഫിറ്റബിൾ ആകണം എന്ന് നിർബന്ധമില്ല. അതായത് ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും രോഗം വരില്ല എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കില്ല. പക്ഷേ അയാൾക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും, പ്രിക്കോഷൻസ് എടുക്കാൻ സാധിക്കും അല്ലേ. അതേപോലെ തന്നെ എന്താ പറയുക, ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് ഒരിക്കലും ഒരു അബദ്ധം പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണെങ്കിൽ അവിടെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഒരു വിഷയമേ അല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ട്രേഡിങ്ങിൽ ഒരു ബേസിക് നോളജ് ഉള്ള ഏതൊരാൾക്കും വിജയിക്കാൻ പറ്റും. ആകെ അയാൾക്ക് വേണ്ടത് ഒരു ട്രേഡറിൻ്റെ മൈൻഡ് സെറ്റാണ്. ഒരു മാനസികാവസ്ഥയിലേക്ക് എത്താനുണ്ട്. കാശ് കണ്ടു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് തൻ്റെ കീശയിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയുണ്ട്. ആ മാനസികാവസ്ഥയിലെത്തി ഏതൊരാളും സക്സസ്ഫുൾ ട്രേഡർ ആയിരിക്കും. അവിടെ അയാൾ എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നത് ഒരു വിഷയമേ അല്ല. പക്ഷേ അയാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടാകും. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ഒത്തിരി പേര് എനിക്കറിയാം. പക്ഷേ അവരൊക്കെ മാർക്കറ്റിൽ നിന്നും പ്രോഫിറ്റ് ടാപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് എടുക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാണ്. അതേ സമയത്ത് ഒന്നും അറിയാതെ എന്നാൽ ബേസിക് ആയിട്ടുള്ള എങ്ങനെയാണ് എൻട്രി കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ബേസിക് കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർ വളരെ സിമ്പിളായിട്ട് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ 2 കൂട്ടർക്കുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, ഒരുപാട് അറിയുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ അയാൾ അതിനെ ചികഞ്ഞ് പരിശോധിച്ചു കൊണ്ടേയിരിക്കും. അതിന് ഒരുപാട് സമയം അയാൾ മെനക്കെട്ട് അതിന് കളയും. അടുത്ത ദിവസത്തേക്കുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അയാൾ ശ്രമിക്കും. പക്ഷേ ഒന്നും അറിയാത്ത ബേസിക് കാര്യങ്ങൾ മാത്രം അറിയുന്ന ഒരാളാണെങ്കിൽ അയാൾക്കൊരു നഷ്ടം വന്നു കഴിഞ്ഞാൽ എൻ്റെ കാശ് പോയി, ഇനി അടുത്തത് പുതിയതാണ്, നാളെ ഫ്രഷ് ആയിട്ടുള്ള അയാൾ എൻട്രി എടുക്കുക, അയാൾ അതിനകത്ത് പ്രോഫിറ്റ് കണ്ട പ്രോഫിറ്റ് ഉണ്ട്. ഈ 2 കൂട്ടരും അവരുടെ അറിവിൻ്റെ കാര്യങ്ങളിൽ ഒരാൾ ആദ്യം പറഞ്ഞ നല്ല അറിവുള്ള ആളാണ്, അയാളുടെ അറിവ് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും അവിടെ. പക്ഷേ രണ്ടാമത്തെ ആളിനെ സംബന്ധിച്ചോളം അയാളുടെ പ്രോഫിറ്റ് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നമ്മൾ വരുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ജോലിക്ക് പകരമായിട്ട് പണം നേടാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വരുന്നത്. സോ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പണം ഉണ്ടാക്കലായിരിക്കും
അതായിരിക്കണം നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒരിക്കലും ഇത് എന്താ പറയുക, അറിവ് വർദ്ധിച്ച് ഒരു 25 വർഷം സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരാൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് എല്ലാം അറിയാം. പക്ഷേ അയാൾക്ക് ഇന്ന് വരെയും പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് പറഞ്ഞതുപോലെ തന്നെ അവിടെ എവിടെയോ ഒരു പ്രശ്നമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മുൻപൊക്കെ കേരളത്തിലുള്ള ആൾക്കാർ എൻജിനീയറിങ്ങിലായാലും ഏത് വിഷയത്തിലായാലും അവർ മാസ്റ്റേഴ്സാണ്. പക്ഷേ അത് മറ്റൊരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കാത്തൊരു പ്രശ്നം ഇൻ്റർനാഷണൽ ജോബ് മാർക്കറ്റിൽ പ്രധാനമായിട്ടും മലയാളികളെ പുറകോട്ട് തള്ളുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ GCC ഗൾഫ് കൺട്രീസിലുള്ള ആൾക്കാർക്ക് മലയാളികളുടെ കഴിവ് അറിയുന്നത് കൊണ്ട് തന്നെ അവരവരെ പരമാവധി മലയാളികളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഈവൻ സിംപിളി പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ കേരളത്തിൽ കിട്ടാവുന്ന ടോപ്പ് ലെവലിലുള്ള എഡ്യൂക്കേഷൻ ഒരാൾ നേടിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മറ്റൊരാളുടെ മുന്നിൽ പോയിട്ട് പ്രോപ്പർലി സംസാരിച്ച് അത് ഫലിപ്പിക്കാൻ പഴയ കാലത്ത് സാധിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ ആ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് സ്വന്തമായിട്ടൊരു വീട് കൺസ്ട്രക്ഷൻ സാധിക്കാറില്ലായിരുന്നു. അവർ മറ്റൊരാളുടെ സഹായത്തോടു കൂടി ഒരാളെ അസിസ്റ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു വളർന്നു വന്നത്. അപ്പോൾ അവിടെ എവിടെയോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുവിധമൊക്കെ അത് മാറി എന്ന് തന്നെ പറയാം. അപ്പോൾ അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റ് പണമുണ്ടാക്കുന്നത് അറിവിൻ്റെ, നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാൽ അതേ സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം പണത്തിനെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ പണം സ്വന്തം കീശയിലെത്തിക്കാനുള്ള കഴിവുണ്ട് എന്നതിനനുസരിച്ചാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ മറ്റ് വിശേഷങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്നുള്ളത് NSE ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നത് സീ എൻ്റർടൈൻമെൻറ്റ്സിനെ അവർ എന്താ പറയുക റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൻ്റെ നിഫ്റ്റിയിലുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നീക്കം ചെയ്യാൻ ജൂൺ 28 മുതൽ നീക്കം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഫർദർ ഫോളിന് സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. ദെൻ നാളെയാണ് ഫസ്റ്റ് ഫേസ് വോട്ടിംഗ് ആരംഭിക്കുന്നത് ലോക്സഭാ ഇലക്ഷൻ്റെ. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വോട്ട് ചെയ്യണം. നിങ്ങൾ ഏത് പാർട്ടിയുടെ ആളായാലും പരമാവധി വോട്ട് ചെയ്യുക. നിങ്ങളുടെ മനോധർമ്മത്തിനനുസരിച്ച് വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യാതിരിക്കരുത് എന്ന കാര്യത്തിൽ പ്രത്യേകം ഒന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ US മാർക്കറ്റിൽ 4ാം ദിവസവും നല്ല രീതിയിൽ ഫോള് സംഭവിച്ചിട്ടുണ്ട്. ദെൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ അറിയാം. Paytmന് RBIയുടെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ബാങ്കുകൾക്ക് മാത്രമേ പേയ്മെൻറ്റ് സർവീസ് പ്രൊവൈഡറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന ഒരു റൂളിംഗ് വന്നതോടുകൂടി Paytm അവരുടെ UPI ഒഴിവാക്കിയിട്ട്, നമ്മളൊക്കെ അറിയാം, നമ്മളൊരു ഇമെയിൽ ID അല്ലെങ്കിൽ അതുപോലെ ഒരു ഫോൺ നമ്പർ @Paytm എന്നാണ് UPI ID വരാറുള്ളത്. അത് മാറി തുടങ്ങിയിരിക്കുകയാണ്. അവർ കസ്റ്റമേഴ്സിനെ അറിയിച്ച് തന്നെയാണ് അവർ മാറ്റുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത്. ദെൻ വോഡാഫോൺ ഐഡിയ അവരുടെ FPO നടന്നുകൊണ്ടിരിക്കുകയാണ്. 18ാം തീയതി വരെയാണുള്ളത്. അപ്പോൾ 5400 കോടി രൂപ 60 ആങ്കർ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഓൾറെഡി അവർ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇന്നൊരു ദിവസം കൂടി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നറിയാൻ സാധിക്കും അപ്രോക്സിമേറ്റ്ലി എത്ര വരും എന്നുള്ളത്. മാക്സ് ഹെൽത്ത് കെയർ അവരുടെ ബെഡ് കപ്പാസിറ്റി ഡബിൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് 5000 കോടി രൂപ നിക്ഷേപം നടത്തുന്നുണ്ട്. 4-5 വർഷം കൊണ്ട് ബെഡ് കപ്പാസിറ്റി ഡബിൾ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് അവർ ഒരു കമ്പനിയെ കംപ്ലീറ്റ്ലി അക്വിസിഷൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ അക്വയർ ചെയ്തിട്ടുണ്ട്. ഓർഗാനിക് ഇന്ത്യ ദെൻ അതിൽ 99.99% സ്റ്റോക്കും ടാറ്റ കൺസ്യൂമർ വാങ്ങിച്ചിട്ടുണ്ട്. ബയോകോൺ എന്താ പറയുക, ഒരു ബ്രസീലുള്ള ഒരു കമ്പനിയായിട്ട് മരുന്നിൻ്റെ വിതരണത്തിന് ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ബയോകോൺ ഹോൾഡ് ചെയ്യുന്നവർ ശ്രദ്ധിച്ചോളുക. HDFC ബാങ്ക് എന്താ പറയുക, അതിൻ്റെ ആനുവൽ ലോങ് ടേം ബോണ്ട്സ് റിന്യൂ ചെയ്യുന്നത് ചർച്ച ചെയ്യാനായിട്ട് ഡയറക്ടേഴ്സ് ബോർഡ് മീറ്റിംഗ് കൂടുന്നുണ്ട്. ഏഞ്ചൽ 127.3% നല്ല പ്രോഫിറ്റ് കഴിഞ്ഞ ക്വാർട്ടറിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. നല്ല പ്രോഫിറ്റാണ്, 27.3%. അംബുജ സിമെൻറ്റ്സ് അദാനി ഫാമിലി 20,000 കോടി നിക്ഷേപം നടത്തിയിട്ട് അതിൽ 8339 കോടി സ്റ്റോക്കുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് എന്താ പറയുക, നഷ്ടത്തിലാണ്, 1.5% നഷ്ടത്തിലാണ് കഴിഞ്ഞ റിസൾട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്, കഴിഞ്ഞ ക്വാർട്ടറിലുള്ള റിസൾട്ട്. ഇൻഫോസിസ് പ്രോക്സിമസ്, ബെൽജിയത്തിലുള്ള പ്രോക്സിമസ് എന്ന ഒരു കമ്പനിയായിട്ട് ഒരു ടൈപ്പിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻഫോസിസ് ഹോൾഡ് ചെയ്യുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളുക.
പവർ ഗ്രിഡ് കോർപ്പറേഷനാണ് രാജസ്ഥാനിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതിൽ എന്താ പറയുക കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിൽ ലോവസ്റ്റ് ബിഡർ പവർ ഗ്രിഡ് ആണ്. സോ എനിക്ക് തോന്നുന്നു പവർ ഗ്രിഡ് തന്നെയായിരിക്കും ഫൈനൽ ബിഡറായിട്ട് വരുന്നത്. ദെൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് അവർ എന്താ പറയുക പബ്ലിക് ഫോളോ ഓൺ പബ്ലിക്, അതായത് ഇപ്പോൾ ഐഡിയ ചെയ്യുന്നത് പോലെയുള്ള ഒരു FPO റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വരുന്ന 20-ാം തീയതി ഏപ്രിൽ 22-ന് അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗ് ഉണ്ട്, അതിൽ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. കോഫി ഡേ എന്റർപ്രൈസസ് തിക്രി ഇൻവെസ്റ്റ്മെന്റ്സ് അവർ എന്താ പറയുക JSW പ്രശാന്ത് ജെയിൻ എന്ന് പറഞ്ഞൊരു വലിയ ഒരു ഇൻവെസ്റ്റർ ഉണ്ട്. അദ്ദേഹം 40 ലക്ഷം ഇക്വിറ്റി ഷെയർസ് വാങ്ങിച്ചിട്ടുണ്ട് കോഫി ഡേ എന്റർപ്രൈസസിൽ. ദെൻ ICICI ലംബാർഡ് ജനറൽ ഇൻഷുറൻസ് എന്താ പറയുക നെറ്റ് പ്രോഫിറ്റ് 520 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ്, അതായത് 19% ഒരു ഗ്രോത്താണ് ICICI ലംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിൽ. ഹാത്വേ കേബിൾ ആൻഡ് ഡാറ്റാകോം മിനിഞ്ഞാന്ന് റിസൾട്ട് വരും എന്ന ഒരു ന്യൂസ് ഞാൻ വായിച്ചതാണിത്. അപ്പോൾ അവർ 34.57 കോടിയുടെ പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയ. പെർസെൻറ്റേജ് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല എത്ര പെർസെൻറ്റേജ് ആണെന്ന്. അപ്പോൾ ഇത്രയൊക്കെ വാർത്തകളാണ് ഇന്നത്തേക്കായിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത്. US മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ നെഗറ്റീവിലാണ്. ഡോ ജോൺസ് 45 പോയിന്റ് നെഗറ്റീവാണ്. S&P 500 29 പോയിന്റ്സ് നെഗറ്റീവാണ്. നെസ്ഡാക്ക് 181 പോയിന്റ് നെഗറ്റീവാണ്, 1.15%. യൂറോപ്യൻ മാർക്കറ്റ് ആണെങ്കിൽ ക്ലിയർലി ബുള്ളിഷാണ്. അതിനകത്തെല്ലാം തന്നെ ബുള്ളിഷായിട്ടാണ് പോയിരിക്കുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ അതർ മാർക്കറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നിക്കി ജപ്പാന്റെ 178 പോയിന്റ് റെഡിലാണ്. ഹാങ്സെങ് ചൈനയുടെ ഒരു ജസ്റ്റ് ബ്രേക്ക് ഇവനായി നിൽക്കുന്നുണ്ട്. ഷങ്കായ് 64 പോയിന്റ് ഗ്രീനിലാണ്. STI 10 പോയിന്റ് ഗ്രീനിലാണ്. കോസ്പി 33 പോയിന്റ് ഗ്രീനിലാണ്. ഇനി നമ്മുടെ ഇന്ത്യൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 22,111 അവിടെ നിന്ന് 2 പോയിന്റ് മുകളിലായിട്ട് 22,113 ഇന്ന് ഓപ്പൺ ആയത്. അവിടെ നിന്ന് 33 പോയിന്റിന്റെ ഒരു ഗ്രോത്ത് ആണ് കാഴ്ചവെച്ചത്. 22,146 മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അതായത് വേൾഡ് മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഇന്നത്തെ ഡേ ഹൈ വന്നിരിക്കുന്നത് 146 22,146 അവിടെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. ഇന്നത്തെ ഡേ ലോ വന്നിരിക്കുന്നത് 22,112. സോ ഒരു 33 പോയിന്റിന്റെ ഗ്രോത്ത് ഓപ്പണായ സ്ഥലത്ത് നിന്ന് 33, ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും ഏകദേശം 35 പോയിന്റിന്റെ ഒരു ഗ്രോത്താണ് ഗിഫ്റ്റ് നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുള്ളത്. നോക്കാൻ വരുന്ന ദിവസങ്ങളിൽ വരുന്ന മണിക്കൂറുകളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഗ്ലോബൽ ഈവൻസ് അത്യാവശ്യം ഒരുപാട് ഗ്ലോബൽ ഈവൻസ് ഉള്ള ഒരു ദിവസമാണെന്ന്. USA FPI ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദെൻ ജപ്പാൻ ബാലൻസ് ഓഫ് ട്രേഡ്, UK ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, ചൈന FDI ഇയർ ഓൺ ഇയർ, യൂറോ ഏരിയ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, ബ്രസീൽ ബിസിനസ് കോൺഫിഡൻസ്, USA EIA ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, then USA net long-term TIC flows, USA existing home sales, Australia employment change, then ഓസ്ട്രേലിയ RBI ബുള്ളറ്റിൻ, US ഫെഡ് ബോസ്റ്റിക് സ്പീച്ച്. ഇത്രയും ഇവന്റുകളാണ് ഇന്ന് വരാനുള്ളത്. ഇന്ന് റിസൾട്ട് വരാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ്, ബജാജ് ഓട്ടോ, HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ICICI സെക്യൂരിറ്റീസ്, നെറ്റ്വർക്ക് 18 മീഡിയ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്, മാസ്റ്റെക്, TV18 ബ്രോഡ്കാസ്റ്റ്, എക്സ്ലയ സൊല്യൂഷൻസ്, ഓറിയന്റൽ ഹോട്ടൽസ്, റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ, റിലയൻസ് ഇൻഡസ്ട്രീസ് അല്ലാട്ടോ, ദെൻ എയിംകോ, എലിക്കോൺ ഇന്ത്യ ലിമിറ്റഡ്, RS സോഫ്റ്റ്വെയർ, ഷീഷ് ഇൻഡസ്ട്രീസ്, സുരാന സോളാർ, അഡ്വിക് ക്യാപിറ്റൽ, ഗുജറാത്ത് ഹോട്ടൽസ്. ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത്. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്നത് ബൽറാം ചിനി മിൽസ്, ബന്ധൻ ബാങ്ക്, GNFC, ഹിന്ദ് കോപ്പർ, ഐഡിയ ഇന്ന് F&O ബാനിലാണ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. മെട്രോപോളിസ്, നാഷണൽ അലുമിനിയം, PEL, സെയിൽ, സീൽ. ഇത്രയും കമ്പനികളാണ് F&O ബാനിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 10,208 കോടിയുടെ ബൈങ്ങും 14,676 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 4,468 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്.
ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 13,538 കോടിയുടെ ബൈങ്ങും 11,497 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 2,040 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 2,427 കോടി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കഴിഞ്ഞ ദിവസം, ഇന്ന് വ്യാഴാഴ്ചയാണ്, ബുധനാഴ്ച അവധിയായിരുന്നു, ചൊവ്വാഴ്ച സംഭവിച്ചത്. ഇതുവരെയായിട്ട് ഈ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 18,098 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 19,035 കോടിയുടെ ബൈങ് ആണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ 937 കോടിയുടെ നെറ്റ് ബൈങ് ആണ്. ജസ്റ്റ് ബ്രേക്ക് ഈവൻ ആയി നിൽക്കുകയാണ്. ബൈങ്ങും സെല്ലിങ്ങും ഒരുപോലെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി കഴിഞ്ഞ ദിവസത്തെ നിഫ്റ്റി ഡാറ്റ അല്ലെങ്കിൽ മാർക്കറ്റ്, നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി. അതുകൊണ്ടാണ് ഞാൻ നിഫ്റ്റിയുടെ ഡാറ്റ എടുക്കുന്നത്. നിഫ്റ്റി ഇന്നലെ ഓപ്പൺ ആയത് 22,125 22 പോയിന്റ് പ്രോഫിറ്റിൽ 22,148 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ക്ലിയർലി ബെയറിഷ് മൂവ്മെന്റ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. നിഫ്റ്റി ഒരു 5 ദിവസം കൊണ്ട് 430 പോയിന്റിന്റെ ലോസ് ആണ് ഉണ്ടാക്കിയത്, 1.9%. എന്നാൽ ഈ ഏപ്രിൽ മാസത്തിൽ അതേപോലെ തന്നെ 307 പോയിന്റിന്റെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, അതുപോലെ പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, കഴിഞ്ഞ ദിവസം നോർമൽ CPR ആയിരുന്നു, അതേപോലെ വെർജിൻ CPR അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ CPRനെ ക്രോസ് ചെയ്യാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് നാരോ CPR ആണ്. അപ്പോൾ ഇത് ഒരു നല്ലൊരു മൂവ്മെന്റിന് സാധ്യത ഉള്ളതാണ്. രണ്ടാമത്തെ, ഇന്നലെ വെർജിൻ CPR ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നാളെ 3 ദിവസത്തിനുള്ളിൽ ആ വെർജിൻ, അതായത് CPRനെ ക്രോസ് ചെയ്യാൻ വേണ്ടി എവിടെയാണോ മാർക്കറ്റ് മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വരും, അല്ലെങ്കിൽ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ CPRലേക്ക് കയറി വരും. അങ്ങനെ ഒരു പ്രതിഭാസം ഇതിനകത്ത് കാണാറുണ്ട്. സോ ഇന്നലെ വെർജിൻ CPR, ഇന്ന് നാരോ CPR, ഒരു നല്ല മൂവ്മെന്റ് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 12.62 അപ്പോൾ ഇന്നത്തെ ഓപ്പണിംഗ് 12.62 പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ 0.63 ആണ് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ വന്നിരിക്കുന്നത്. ക്ലിയർലി അത് സൂചിപ്പിക്കുന്നത് ഒരു ബെയറിഷ് മൂവ്മെന്റ് ആണ്. എന്താ പറയുക, ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിന്റെ ഒരു ട്രെൻഡും ബെയറിഷ് തന്നെയാണ്. പുട്ട് കോൾ ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നോക്കുകയാണെങ്കിൽ 22,500 41 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് 22,000 49 ലക്ഷം പുട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഒരു അപ്വേർഡ് മൂവ്മെന്റ്, ഇൻട്രാഡേയിൽ ഒരു അപ്വേർഡ് മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻ സെല്ലേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഇനി കഴിഞ്ഞ ദിവസം ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 48 പോയിന്റ് ഗ്രീനിലാണ്, ഫിൻ നിഫ്റ്റി 102 പോയിന്റ് പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 51 പോയിന്റ്, നിഫ്റ്റി മിഡ് ക്യാപ്പ് 23 പോയിന്റ് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ എന്താ പറയുക, സെൻസെക്സും നിഫ്റ്റിയും ശ്രദ്ധിക്കേണ്ടത്, സെൻസെക്സിൽ 72,944 73,000 ടച്ച് ചെയ്യുന്നതിന് തൊട്ട് താഴെയാണുള്ളത്. സോ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ 73,000 ചാടിക്കിടക്കാൻ പറ്റും. നിഫ്റ്റിയിൽ 22,148 22,500 അതിലൊരു റെസിസ്റ്റൻസ് വരാനുള്ളത്. സോ നിഫ്റ്റിയിൽ അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലൂടെ സെൻസെക്സിനെ 73,000 മുകളിൽ കൊണ്ടുപോയി നിർത്തും എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. അപ്പോൾ എങ്ങനെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യുക എന്ന് നോക്കാം. ഇവിടെ നിഫ്റ്റിയുടെ ഒരു മന്ത്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി വന്ന് നിൽക്കുന്നത് നോ ട്രേഡ് സോണിന്റെ അകത്താണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, നോ ട്രേഡ് സോണിന്റെ താഴോട്ട് ഇറങ്ങിപ്പോയെങ്കിലും അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ച് കയറി വന്നിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഫർദർ ഒരു ചെറിയൊരു പുൾ ബാക്ക് മുകളിലോട്ട് എടുത്തേക്കാം എന്ന് തോന്നുന്നു. കാരണം ഒറ്റയടിക്ക് വീണ് പോവാതെ ഇവിടുന്ന് ഒരു ഫർദർ ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഇത് തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രതീക്ഷ പോലെ മാർക്കറ്റ് പോകണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് ലൈവ് മാർക്കറ്റിൽ എന്താണോ ട്രെൻഡ് കിട്ടുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും പോകണം. പക്ഷേ എനിക്ക് ഈ പ്രീ മാർക്കറ്റ് സെഷനിൽ ഇരുന്ന് നോക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് 22,000 ഓൾറെഡി മാർക്കറ്റ് 2270 മാർക്കറ്റ് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് തിരിച്ച് ഇനി മുകളിലോട്ട് കയറണം എന്നാണ് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ധാരണ. ഇത് തെറ്റിപ്പോയേക്കാം. എന്തായാലും ഏപ്രിൽ മാസത്തിലുള്ള CPRനെ കട്ട് ചെയ്ത് 21,979 വരെ മാർക്കറ്റ് ഇറങ്ങി വരണം എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത്. അതായത് റാസ് ലെവൽസിന്റെ ടാർഗറ്റ് ഇവിടെ വരെയുണ്ട്. ഇതാണ് ഈ മാസം പോകും എന്ന് പ്രതീക്ഷിച്ചത്. ഇവിടെ 2 സാധ്യതകളും നമുക്ക് തള്ളിക്കളയേണ്ടതില്ല. ഒന്നുകിൽ മാർക്കറ്റ് തിരിച്ച് കയറി വന്നേക്കാം, അല്ലെങ്കിൽ ഈ ഒരു ലെവൽ 21,979 ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് അവിടെ നിന്നേക്കാം. കാരണം നോർമലി നമ്മുടെ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്യാറുണ്ട്. മുകളിലോട്ടാണെങ്കിൽ മുകളിലോട്ടുള്ളതും താഴോട്ടുള്ളത് അച്ചീവ് ചെയ്യാറുണ്ട്. സോ നോക്കാം, ഹോപ്പ്ഫുള്ളി ഇത് അച്ചീവ് ചെയ്യുമോ എന്നുള്ളത്. ഇന്നൊരു ദിവസം എത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു, വരുന്ന ദിവസങ്ങളിലായിരിക്കും എത്തുക. ഇനി ഇന്നത്തെ റാസ് ലെവൽസ് വെച്ച് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ
ഞാൻ ഓൾറെഡി CPRന്റെ കാര്യം CPRന്റെ കാര്യം പറഞ്ഞിരുന്നു. ഇന്നലെ വെർജിൻ CPR ആയിരുന്നു, ഇന്ന് നാരോ CPR ആണ്. നോ ട്രേഡ് സോണിൽ മുകൾ വശത്തായിട്ടാണ് നാരോ CPR കിടക്കുന്നത്. മാർക്കറ്റിൽ ഹൈ വൊളാറ്റൈൽ മൂവ്മെൻറ്റിന് ഇത് ഇങ്ങനെയുള്ള വലിയ മൂവ്മെൻറ്റിനാണ് അത് സാധ്യത നമ്മളോട് പറയുന്നത്. ദെൻ ഇവിടെ ഇത് നിഷ്ഫലമാക്കുന്ന രീതിയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ വന്നേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ആ മൂവ്മെൻറ്റ് ഒന്നും തന്നെ കിട്ടില്ല. ഫ്ലാറ്റ് ഓപ്പണിംഗ് വരികയാണെങ്കിൽ ഇവിടുന്ന് ഇതുപോലെയുള്ള വലിയ മൂവ്മെൻറ്റ്സ് ആയിരിക്കും കിട്ടുക. മോസ്റ്റ് പ്രോബബ്ലി ചിലപ്പോഴൊക്കെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വന്നിട്ട് ഔട്ട് ഓഫ് റേഞ്ച് ട്രേഡുകളും ഇങ്ങനെയുള്ള സിഗ്നൽസ് തന്നു കഴിഞ്ഞാൽ നടക്കാറുണ്ട്. സോ ഇത് കൂടുതലും സൂചിപ്പിക്കുന്ന മാർക്കറ്റ് ഒരു അപ്വേർഡ് മൂവ്മെൻറ്റിനാണ്. കാരണം ബ്രേക്ക് ഔട്ട് ലൈനിൻ്റെ അടുത്തോട്ട് മാർക്കറ്റ് CPR ലൈൻ നാരോ CPR ചേർന്ന് നിൽക്കുന്നുണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി അതൊരു അപ്വേർഡ് മൂവ്മെൻറ്റിനുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല, അത് സൂചന മാത്രമാണ്. ഇനി നിഫ്റ്റിയുടെ റാസ്ലെവിസിന്റെ പ്രിഡിക്ഷൻ പ്രകാരം ഇന്നലത്തെ ഡേ ഹൈനേക്കാളും മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ, ഇന്നലത്തെ ഡേ ലോനേക്കാളും താഴെയായിരിക്കും ഇന്നത്തെ ഡേ ലോ. അതായത് ഹൈ വൊളാറ്റൈൽ മാർക്കറ്റ് ഇന്നലെ ഈ ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്തതെങ്കിൽ ഇന്നലെ ഈ ഒരു റേഞ്ചിലാണ് ട്രേഡിംഗ് നടന്നതെങ്കിൽ ഇന്ന് ഈ ഒരു റേഞ്ചിൽ ട്രേഡിംഗ് നടക്കും എന്നാണ് പറയുന്നത്. ഒരു കൃത്യമായിട്ട് അപ്വേർഡ്സ് മുകളിലോട്ടായാലും താഴോട്ടായാലും അധികം മൂവ്മെന്റ് ഉണ്ടാകും എന്നാണ്. പിന്നെ ഇതിനകത്ത് ഒരു റെയർ കേസിന് ഒരു 1% സാധ്യതയുള്ളത് എക്സ്ട്രീം നാരോ റേഞ്ചിൽ ട്രേഡിങ് പോകുന്ന ഒരവസ്ഥയും ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഒരു റാസ്ലെവിസിന്റെ ഉള്ളിൽ മാർക്കറ്റ് നാരോ CPR വന്നു കഴിഞ്ഞാൽ ഒരു മൂവ്മെന്റും ഇല്ലാതെ ഫ്രീസ് ആയതുപോലെ മാർക്കറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാവുക വളരെ അപൂർവമായിട്ട് ഒരു 10-20 ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഇങ്ങനെ ഒരു സിനാരിയോ കാണാറുള്ളത്. പക്ഷേ ഞാൻ അതും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു അപ്വേർഡ് മൂവ്മെന്റ് ആണ്. അത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കുമോ എന്നൊന്നും എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല മാർക്കറ്റ് ഡാറ്റ ഇല്ലാതെ. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടത്തേക്ക് ഒരു തിരിച്ചിറക്കം ഉണ്ടാവും. ഇനി അതല്ല ഗ്യാപ്പ് ഡൗൺ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ എക്സ്ട്രീംലി വയലൻ്റ് ആയിരിക്കും മാർക്കറ്റ്. ഈ രീതിയിൽ ഒരു വലിയ ഡൗൺ മൂവ്മെൻ്റ് ആയിരിക്കും കിട്ടുക. കുറേ പ്രാവശ്യം കയറി പോകണമെന്നില്ല, ഒരു പ്രാവശ്യം ഹൈ ടച്ച് ചെയ്തിട്ട് ലോ വരെ ടച്ച് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇന്നത്തെ റേഞ്ച് വരുന്ന 22,290 റേഞ്ചിലേക്ക് ഒരു ഹൈ വരും. അതേപോലെ താഴോട്ട് 22,000 ഒരു ലോയും വരും. 21,982 ഒരു ലോയും വരും. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ കണ്ട ആ ഒരു ലോ ലെവൽ ഏതാണ്? 21,979 ഈ മാസത്തെ ഡേ ലോ വരേണ്ടത്. ഇവിടെ ഇന്നത്തെ മാർക്കറ്റ് സൂചിപ്പിക്കുന്ന 21,982 ഡേ ലോ വരും. അതായത് 22,000-ന്റെയും 21,982-ന്റെയും ഇടയിലുള്ള ആ ഒരു സോണിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കും എന്നാണ് പറയുന്നത്. സോ ഇതിനൊരു സാധ്യത നമ്മൾ തള്ളിക്കളയേണ്ട. ഇതിന് മോസ്റ്റ് പ്രോബ്ലി ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇതൊക്കെ ഫെയിലായി പോകുക എവിടെയാണെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്ന് വലിയ ഔട്ട് ഓഫ് റേഞ്ച് ട്രേഡ് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒന്നും അൺപ്രഡിക്റ്റബിൾ ആയിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുക. സോ പുട്ട് കോൾ റേഷ്യോ നമ്മളോട് പറയുന്നത് ബെയറിഷ് മൂവ്മെന്റ് ആണ്. റാസ്ലെവിസ് പറയുന്നത് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ്. മൊത്തത്തിൽ മാർക്കറ്റ് വൊളാറ്റൈൽ ആയിരിക്കും എന്ന് റാസ്ലെവിസിന്റെ പ്രിഡിക്ഷൻ പറയുന്നുണ്ട്. നോക്കാം എങ്ങോട്ടാണ്. എന്തായാലും മന്ത്ലി ലെവൽ വെച്ച് നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള 21,979 അത് ടച്ച് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ മാർക്കറ്റ് ഹൈ വൊളാറ്റൈൽ ആയിരിക്കും. സോ കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഈ സമയത്ത് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ ആയിട്ട് വീണ്ടും വൈകുന്നേരം കണ്ടുമുട്ടാം. അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ.